ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ മറിയം കണ്ട ദൈവം എപ്രകാരമുള്ള ദൈവമാണ്, അല്ലെങ്കിൽ പരിശുദ്ധ മറിയം ദൈവത്തെ എപ്രകാരമാണ് കണ്ടിരുന്നത്? പരിശുദ്ധ മാതാവ് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ലൂക്ക 1-ാം അധ്യായം വാക്യം 49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ. പരിശുദ്ധ മറിയം ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ശക്തനായവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവം സർവശക്തനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ വാക്യം 1 അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 17:1. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വർത്തിക്കുക, കുറ്റമുറ്റവനായി വർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ വചനത്തിൻ്റെ ആഴം? ഒരു ദൈവം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുന്നത് സർവശക്തനായ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. എൽ ഷദായ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവൻ, നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവൻ, നമ്മുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ സർവശക്തനാണ് എൽ ഷദായ്, സർവശക്തനായ ദൈവം. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങളിൽ ഈ ശക്തിയെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിനും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങയ്ക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരും ആക്കുന്നതും അങ്ങ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാവീരൻ ഏറ്റുപറയുന്നത് എന്താ? ദൈവമേ, നീയാണ് സർവശക്തൻ. നിന്റെ ശക്തിയാണ് ഞങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെല്ലാം. രാജ്യം അങ്ങയുടേത്. സർവമഹത്വവും സ്തുതികൾക്കും ഒക്കെ യോഗ്യൻ നീ തന്നെയാണ്. കാരണം നീ സർവശക്തനാണ്. എൽ ഷദായ്, എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി വെളിവാകാനായിട്ട് അടിമത്തത്തിൻ്റെ ദേശത്ത് ആയിരുന്ന, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്ന ഇസ്രയേൽ ജനത്തെ ദൈവം സംസാര പാടവമില്ലാത്ത മോശയിലൂടെ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവന്നത് എന്ന് മാത്രം നമ്മൾ ഓർത്താൽ ദൈവത്തിൻ്റെ ശക്തിയുടെ ആഴം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായം വാക്യം 18-19. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഫറവയോടും ഈജിപ്ത് മുഴുവനോടും ചെയ്തതെന്തെന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ കണ്ണുകൾ കണ്ട മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, കരബലം, ശക്തിപ്രകടനം എന്നിവയാലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പുറത്തു കൊണ്ടുവന്നത്? 10 മഹാമാരികൾ ഈജിപ്തുകാർക്കെതിരെ മോശയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും
കരബലത്തിലൂടെയും ശക്തി പ്രകടനത്തിലൂടെയും എല്ലാം അടിമത്തത്തിന്റെ ദേശത്തു നിന്ന് ഒരു ജനത്തെ വീണ്ടെടുത്ത് കൊണ്ടുവരുന്നത് ഓർക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ ശക്തിയുടെ ആഴം. ഈ ശക്തിയിൽ മോശ ആശ്രയിച്ചപ്പോ ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. ഈ ശക്തിയാല് പാറ പിളർന്ന് അവർക്ക് ദാഹജലം ലഭിച്ചു. ഈ ശക്തിയാല് ജെറിക്കോയുടെ കോട്ടകൾ തകർന്നു വീണു. ഈ ശക്തിയാല് സ്വർഗത്തിൽ നിന്നൊരു ദൈവം അവർക്ക് നേരിട്ട് മന്നയും കാടപ്പക്ഷിയും നൽകിക്കൊണ്ട് തൻ്റെ ശക്തി വെളിവാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഒരു ജനത്തെ വീണ്ടെടുത്ത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന അതേ ദൈവം നമ്മുടെ ജീവിതത്തിലും തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വിളി ഉപേക്ഷിച്ച് പോകുവാൻ ചിന്തിച്ചവനാണ് മോശ. മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ തൻ്റെ നിസ്സാരതകൾ ഏറ്റുപറയുന്നുണ്ട്. എന്താണ് മോശ പറഞ്ഞത്? എനിക്ക് സംസാര പാടവമില്ല, എനിക്ക് സംസാരിക്കുവാൻ ശേഷിയില്ല, വേറെ ആരെങ്കിലും വിടണം. കാരണം ഒരു നേതാവിന് വേണ്ട ഏറ്റവും അത്യാവശ്യ കാര്യമെന്ന് പറയുന്നത് വാക്ചാതുരിയാണ്, സംസാര പാടവമാണ്. ഇതൊന്നുമില്ലാത്ത വിക്കനായ മോശയിലൂടെ ദൈവം ഒരു ജനത്തെ മുഴുവൻ വീണ്ടെടുത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വീര്യപ്രവൃത്തിയില് ദൈവത്തിന്റെ ശക്തിയുടെ ആഴം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ശക്തിയെക്കുറിച്ച് ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. 51 അധ്യായം 15-16 വാക്യങ്ങള്. തൻ്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു, ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു, അറിവിനാൽ ആകാശത്തെ സൃഷ്ടിച്ചു. അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ അലറുന്ന ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകളെ അയക്കുന്നു. തൻ്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു. തൻ്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ, ഒരു ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഇല്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടായത് ഈ ദൈവം സർവശക്തനായതുകൊണ്ടാണ്. ആകാശം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകാശവും ഭൂമിയും ഒക്കെ ദൈവത്തിൻ്റെ ശക്തിയുടെ ആഴം ഈ സൃഷ്ടിയിലൂടെ തന്നെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവം സർവശക്തനാണ്, എൽ ഷദായ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവനായ ദൈവം. ബൈബിളിൽ അനേക വിശ്വാസ വീരന്മാരിൽ ഈ ശക്തി വെളിവാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 14 അധ്യായത്തിൽ നമ്മുടെ സാംസനെ കാണുന്നുണ്ട്. സാംസന്റെ മേല് ദൈവശക്തി കടന്നു വന്നപ്പോൾ സംഭവിച്ചത് എന്താ? പ്രിയപ്പെട്ടവരെ, സാംസൺ തിമ്നായിലേക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരോടൊപ്പം പോകുമ്പോൾ തനിക്കെതിരെ പാഞ്ഞു വന്ന ഒരു സിംഹത്തെ ആയുധമൊന്നും കൂടാതെ കീഴടക്കുന്ന സാംസനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാംസന്റെ കയ്യിൽ ആയുധമില്ല എങ്കിലും വലിയൊരു സിംഹത്തെ ഒറ്റയ്ക്ക് പിച്ചിച്ചീന്തുന്നത് സാംസൺ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. തീരുന്നില്ല, പൊടിയാറായ കഴുതയുടെ താടിയെല്ലുകൊണ്ട് 3000 പേരെ സാംസൺ കൂന കൂട്ടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫിലിസ്ത്യരുടെ ഗ്രാമത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാൻ 300 കുറുനരികളെ പിടിച്ച് കുറുക്കന്മാരുടെ വാലിൽ തീപിടിച്ചുകൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് വലിയൊരു തീവയ്പ് നടത്തിയ സാംസൺ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാലാണ്. എന്തിനു പറയണ്? സാംസൺ മരിക്കുമ്പോൾ പോലും തന്നെ ബന്ധനാവസ്ഥയിലാക്കിയ ആ കെട്ടിടം മുഴുവൻ കുലുക്കി ആ കെട്ടിടത്തോടൊപ്പമാണ് സാംസൺ മരണത്തിലേക്ക് പോലും നീങ്ങുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, ആ മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ അസാധാരണമായ ശക്തി എൽ ഷദായ് സാംസൺ ആ അനുഭവം സ്വന്തമാക്കിയപ്പോ സാംസണിലൂടെ എന്തുമാത്രം വീര്യപ്രവർത്തികളാണ് ഉണ്ടായത്. ദാവീദിനെ നോക്കാം. ദാവീദ് എന്ന് പറയുന്ന ഇടയച്ചെറുക്കൻ, ആ ഇടയച്ചെറുക്കൻ ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനെ പരാജയപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചത് കൊണ്ട് സാവൂൾ 1000 കൊന്നപ്പോൾ ദാവീദ് 10,000 കൊന്നുവെന്ന് ഇസ്രായേൽ ജനം ആർത്തുപാടുമ്പോൾ ഓർക്കണം. വെറും ഒരു ഇടയച്ചെറുക്കനിലേക്ക് ദൈവശക്തി കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ദാവീദിന്റെ മേല് ദൈവശക്തി കടന്നു വന്നപ്പോ, സാംസന്റെ മേല് ദൈവശക്തി കടന്നു വന്നപ്പോ, ജോഷയിലേക്ക് ദൈവശക്തി കടന്നു വന്നപ്പോ, അവരിലൂടെ എല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടും, അസ്വസ്ഥരാകും. എന്തുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? മത്തായി എഴുതിയ സുവിശേഷത്തില് 22-ാം അധ്യായം വാക്യം 29 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പലർക്കും തെറ്റുപറ്റുന്നത്? ദൈവത്തിന്റെ ശക്തിയുടെ ആഴം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട്. വിശുദ്ധ ലിഖിതങ്ങള് അതിൻ്റെ ആഴം, ദൈവത്തിന്റെ ശക്തി അതിൻ്റെ ആഴം തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത്. ദൈവശക്തിയുടെ ആഴം തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പോലും അസ്വസ്ഥരാകത്തില്ല. വലിയ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ ദൈവം സർവശക്തനാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ ഈ ദൈവത്തിന് ഈ പ്രപഞ്ചത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ബലം തരാൻ അവൻ സർവശക്തനല്ലയോ? പക്ഷേ ഈ ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. 1 മക്കബേര് 3-ാം അധ്യായത്തില് വാക്യം 19 നമ്മൾ വായിക്കുന്നുണ്ട്, സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും വിജയം ഉണ്ടാകുന്നത് വ്യക്തികളുടെ പ്രത്യേകതകൾ കൊണ്ടാണെന്ന്, സൈന്യത്തിന്റെ വലിപ്പം കൊണ്ടാണെന്ന്. പ്രിയപ്പെട്ടവരെ, സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൽ വിജയിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ ശക്തി കടന്നു വരുമ്പോഴാണ് യുദ്ധത്തിൽ വിജയിക്കുന്നത്. ദൈവശക്തി കടന്നു വരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ആരും ചിന്തിക്കരുത് ഞാൻ അത് ചെയ്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചുവെന്ന്. നമ്മൾ ചെയ്യുന്നത് കൊണ്ടല്ല, നമ്മൾ നിന്നത് കൊണ്ടല്ല, നമ്മൾ പറഞ്ഞത് കൊണ്ടല്ല. ദൈവശക്തി നമ്മളെ നിറഞ്ഞപ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തില് വാക്യം 9 നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നീ തയ്യാറാണോ? നിനക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, മല്ലനായ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ ബാലനായ ദാവീദിനെ പ്രയോജനപ്പെടുത്തിയ ദൈവം, വലിയൊരു സിംഹത്തെ കീഴടക്കുവാൻ സാംസൺ എന്ന് പറയുന്ന മനുഷ്യനെ പ്രയോജനപ്പെടുത്തിയ ദൈവം, വലിയൊരു രാജ്യത്തിൻ്റെ ബന്ധനാവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ സംസാര പാഠവുമില്ലാത്ത മോശയെ തെരഞ്ഞെടുത്ത ദൈവം, ഇവരിലൂടെയെല്ലാം ദൈവശക്തി കടന്നു വന്നപ്പോൾ എൽഷദായ് അനുഭവം അവർ സ്വന്തമാക്കിയപ്പോൾ സംഭവിച്ചതെന്താ? പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുകയാണ്. അതുകൊണ്ട് നിഷ്കളങ്കതയിൽ ദൈവത്തെ വിളിക്കുവാൻ തയ്യാറാണോ? ഈ ശക്തി അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. 2 മക്കബയർ 8-ാം അധ്യായത്തിൽ വാക്യം 18 നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമുക്കെതിരെ വരുന്ന ശത്രുക്കള് ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിൽ പ്രത്യാശ വെക്കുവാൻ നമ്മൾ തയ്യാറാണോ? ദൈവത്തിന്റെ ശക്തി വെളിവാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ പോലും ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ മദ്യപിക്കത്തില്ല എന്ന് തീരുമാനിക്കുന്ന മനുഷ്യൻ വീണ്ടും മദ്യപാനത്തിലേക്ക് പോകുന്നത്. ദുർബലാവസ്ഥയാണ്. ഈ ദുർബലമായ ശരീരത്തില് തിന്മയുടെ ഒരു ആസക്തി അവനിൽ കുടികൊള്ളുന്നത് കൊണ്ട് അവൻ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ശക്തി വെളിവാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫിലിപ്പിയർ 3:21 സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ
തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി. പ്രിയപ്പെട്ട മകനെ, നിന്റെ ശരീരം എത്ര ദുർബലമാണെങ്കിലും, പാപത്തിന്റെ ആസക്തികൾ നിറഞ്ഞ അവസ്ഥയിലാണെങ്കിലും, തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ അവിടുന്ന് നിന്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്നിലുള്ള പാപത്തിന്റെ ആധിപത്യങ്ങൾ നിന്നിൽ നിന്ന് വിട്ടുപോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചിലർ പറയും, ഞാൻ തീരുമാനിച്ചത് കൊണ്ട് അത് സംഭവിച്ചു. നീ തീരുമാനിക്കുന്നത് കൊണ്ടല്ല, ദൈവശക്തി നിന്നിൽ സംഭവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മകനെ നിന്റെ ജീവിതത്തിൽ വിടുതലും സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ദാവീദ് പറഞ്ഞത് എന്താ? സങ്കീർത്തനം 77:10, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണമെന്ന് ഞാൻ പറഞ്ഞു. അത്യുന്നതന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. പ്രിയപ്പെട്ട മകനെ, അവര് അങ്ങനെ ചെയ്തത് കൊണ്ടല്ല നീ ദുഃഖിക്കുന്നത്. ഈ അവസ്ഥയിലൂടെ കടന്നുപോയത് കൊണ്ടല്ല നീ ദുഃഖിക്കുന്നത്. ഈ പ്രതികൂലങ്ങളിൽ ആയിരിക്കുന്നത് കൊണ്ടല്ല നീ ദുഃഖിക്കുന്നത്. കാരാഗ്രഹത്തിൽ കിടന്ന അപ്പോസ്തലന്മാർ സ്തോത്രധ്വനികൾ ഉയർത്തിയതിന്റെ കാരണം എന്താ? കാരാഗ്രഹം കണ്ണുനീരിൻ്റെതാണ്. കണ്ണുനീരിൽ കുതിർന്ന തടവറയിൽ കഴിയുന്നവര് ശരീരമാസകലം മുറിവേറ്റിട്ടും സ്തോത്രധ്വനികൾ ഉയർത്തിയത് കാരാഗ്രഹം അവർക്ക് കാരാഗ്രഹം അല്ലാതിരുന്നത് കൊണ്ടാ. നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന വേദനയുടെ കാരണം ഒരേ ഒരു കാരണം മാത്രമാണ്. അതെന്താണ്? അത്യുന്നതന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി പ്രകടമാകാത്തതാണ് ദാവീദിന്റെ ജീവിതത്തിൽ ദുഃഖ കാരണമായി മാറിയത്. പ്രിയപ്പെട്ടവരെ, ദൈവശക്തി പ്രകടമായില്ലെങ്കിൽ, ദൈവശക്തി അനുഭവിക്കാൻ സാധിച്ചില്ല എങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ ഭാരപ്പെടുത്തും. ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ വിഷമിപ്പിക്കും. വലിയ ചെങ്കടലിനെ വിഭജിച്ച ദൈവത്തിന് നിന്റെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവൻ സർവശക്തനല്ലയോ? മരിച്ചു മണ്ണിനടിയിൽ പോയി ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിന് നിന്റെ ഈ പ്രശ്നത്തിൽ നിന്ന് നിനക്കൊരു ഉദ്ധാനം നൽകുവാനായിട്ട് സാധിക്കുകയില്ലേ? പക്ഷെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ദൈവശക്തി പ്രകടമാകുവാനായിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാ പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം. എല്ലാവരും പറയാറുണ്ട് ദൈവം തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന്. തൻ്റെ സദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന്. എന്നാൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി. ദൈവത്തിന് എന്തുമാത്രം ശക്തിയുണ്ടോ അത്രയും ശക്തി മനുഷ്യന് നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായ അത്രയും ശക്തി ദൈവം മനുഷ്യന് നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. തൻ്റെ രൂപത്തിൽ മാത്രമല്ല, തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി ദൈവം മനുഷ്യന് കൊടുത്തു. സംഭവിച്ചത് എന്താ? അവൻ്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നപ്പോൾ ഈ ശക്തി അവന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, സർവശക്തനായ ദൈവം തന്നിലുള്ള ശക്തി മുഴുവൻ നൽകിക്കൊണ്ടാണ് നിന്നെ രൂപപ്പെടുത്തിയതെങ്കിൽ ഈ ദൈവത്തിൽ ആശ്രയിച്ച് ഈ ശക്തി നീ വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് എഫേസർ 6:10 പറയുന്നത്, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അതുകൊണ്ട് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാത്രമല്ല, നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഫിലിപ്പിയർ 4:13 പറയുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നിനക്ക് അസാധ്യമായത് ദൈവത്തോട് ചേർന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ, ശക്തിപ്പെടുത്തുന്ന യേശുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഡേവിഡ് ഒരിക്കൽ പറഞ്ഞത് കണക്ക്, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും, സൈന്യനിരയെ ഭേദിക്കും. എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കിടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായം 34-35 മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും.
നീ ഏതെങ്കിലും വിഷയങ്ങളെ നോക്കി നീ ചോദിക്കുന്നുണ്ടോ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എനിക്ക് എങ്ങനെയാണ് ഉയരാൻ സാധിക്കുന്നത്? ദൈവത്തിന് ഒരേ ഒരു കാര്യം മാത്രമേ നിന്നോട് പറയാനുള്ളൂ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതുകൊണ്ട് ദൈവശക്തി ആവസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 49-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ, ദൈവത്തിൻ്റെ ശക്തി സ്വന്തമാക്കുന്നത് വരെ നീ പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുക. ഈ ശക്തി സ്വന്തമാക്കിയിട്ട് നീ പുറത്തേക്ക് ഇറങ്ങുക. നിന്റെ മുമ്പിൽ കാറ്റടങ്ങും, കടൽ ശാന്തമാകും, ചെങ്കടൽ വിഭജിക്കപ്പെടും. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവശക്തി നിന്നിൽ വ്യാപരിക്കും. നീ ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മഴ പെയ്യും. നീ ആകാശത്ത് കൈകൾ തടയുമ്പോൾ ഈ മഴ നിൽക്കുന്ന അത്രമാത്രം ദൈവശക്തി നിന്നിൽ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയ. ശക്തി ധരിക്കുന്നത് വരെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വചനം പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 1:7 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രിയപ്പെട്ട മകനെ, മകളെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. എന്തുകൊണ്ടാണ് മറിയം പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന്? ഒരേ ഒരു കാര്യം മാത്രമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നീ ചില ജീവിത പ്രശ്നങ്ങളിലേക്ക് നോക്കി പകച്ചു നിൽക്കുകയാണോ? വ്യക്തികളിലേക്ക് നോക്കി ഭയപ്പെടുകയാണോ? പ്രിയപ്പെട്ട പൈതലെ, നീ ബലഹീനനാണെങ്കിലും അവൻ പ്രവർത്തിക്കും. നിനക്കൊന്നും കഴിവില്ല എന്ന അവസ്ഥ വരുമ്പോൾ ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിന്റെ അസാധ്യങ്ങളിലേക്ക് നോക്കി പകച്ചു നിൽക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. മുന്നിലെ ചെങ്കടലിനെ യേശുവിൻ്റെ നാമത്തിൽ വിഭജിക്കുവാൻ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനായിട്ട്, കോട്ടകളെ ചാടിക്കിടക്കുവാനായിട്ട് ദൈവശക്തി നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തും. ദൈവമേ, നിന്റെ ശക്തി കൊണ്ട് എന്നെ നിറക്കണമേ. പരിശുദ്ധാത്മാവെ, അഭിഷേകം കൊണ്ട് എന്നെ നിറക്കണമേ. ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. എൽ ഷദായ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവനായ ദൈവം, സർവശക്തനായ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളിലേക്ക് നോക്കി പകച്ചു നിൽക്കാതെ നിൻ്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, നിൻ്റെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. നിൻ്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കിടക്കും. ആമേൻ.